123 രാജ്യങ്ങളിൽ നിന്നുള്ള 6000-ഓളം മത്സരാർത്ഥികൾ. അവരിൽ നിന്നും ലോകത്തിലെ ഏറ്റവും മികച്ച ഖുർആൻ പാരായണ വിദ്യാർത്ഥികളെ കണ്ടെത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. മക്കയിൽ വെച്ച് നടന്ന ഖുർആൻ പാരായണ മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി. ഇസ്ലാം മതവിശ്വാസികളുടെ ജീവിതം മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആന്റെയും പ്രവാചകന്റെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഓരോ ദിനവും 5 നേരത്തെ നിർബന്ധ പ്രാർത്ഥന മുസ്ലിങ്ങൾക്കുണ്ട്. ആ നമസ്കാരത്തിൽ അവർ പാരായണം ചെയ്യുന്നത് ഖുർആനിലെ സൂക്തങ്ങളാണ്. അവരുടെ ഓരോ ദൈനംദിന കർമ്മങ്ങളിലും ഖുർആനിലെ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ജീവിതത്തിലെ ഏതൊരു വിഷയത്തിലും അവർ ആധാരമാക്കുന്നത് ആദ്യം ഖുർആനെ തന്നെയാണ്. അതിനാൽ അതൊഴിച്ചൊരു ജീവിതം ഇസ്ലാം മതവിശ്വാസിക്ക് സാധ്യമല്ല. ലോകത്തെവിടെയായിരുന്നാലും അവർ നമസ്കാരത്തിനായി അഭിമുഖീകരിക്കുന്നത് മക്കയിലെ കാബയെയാണ്. അവിടെ കാബയോട് ചേർന്ന് ഹറമിൽ വെച്ചായിരുന്നു ഇത്തവണത്തെ അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരം. ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന് കീഴിലെ ഫൈനൽ റൗണ്ട് ഹറമിൽ വ്യത്യസ്ത പാരായണ വൈവിധ്യങ്ങൾക്കും വേദിയായി. ഇത്തവണ നടന്ന അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരത്തിൽ സൗദി അറേബ്യ, ബംഗ്ലാദേശ്, ഫ്രാൻസ് സ്വദേശികളാണ് ജേതാക്കളായത്. 8 കോടിയിലേറെ രൂപയായിരുന്നു ആകെ സമ്മാനത്തുക. ഇന്ത്യ ഉൾപ്പെടെ 123 രാജ്യങ്ങളിൽ നിന്നായി 6000-ലേറെ പേരാണ് ആദ്യ റൗണ്ടിൽ പങ്കെടുത്തിരുന്നത്. ഇവരിൽ നിന്നും ആറ്റിക്കുറുക്കിയെടുത്ത 174 പേർ. ഇവരായിരുന്നു ഫൈനൽ റൗണ്ടിലുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 10-നാണ് മക്കയിൽ അന്താരാഷ്ട്ര ഖുർആൻ മത്സരത്തിന്റെ ഫൈനൽ റൗണ്ട് ആരംഭിച്ചത്. 11 ദിനം നീണ്ടുനിന്ന മത്സരം ഖുർആൻ മനപ്പാഠം, പാരായണം, വ്യാഖ്യാനം തുടങ്ങി 5 വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ. വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് വ്യത്യസ്ത രീതികളുണ്ട്. ഇവയെല്ലാം ഹറമിലുള്ള ഈ മത്സരത്തിൽ വിഷയങ്ങളായി. ഇന്ത്യക്കാരെല്ലാം അവസാന റൗണ്ടിലുണ്ടായിരുന്നെങ്കിലും ഫൈനലിൽ ഇസ്ലാമിക ലോകത്തിന്റെ പാരായണ ശ്രദ്ധ പിടിച്ചെടുത്തത് 5 പേരാണ്. സൗദി അറേബ്യയിൽ നിന്നുള്ള സാദ് ബിൻ ഇബ്രാഹിം ബിൻ ഹമദ് അൽ റുവൈത്തി മനപ്പാഠം വിഭാഗത്തിൽ ഒന്നാമതായി. 1,10,00,000-ഓളം രൂപയാണ് ഇദ്ദേഹത്തിന് ലഭിച്ച സമ്മാനത്തുക. جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور. വ്യാഖ്യാന വിഭാഗത്തിൽ സൗദിയിൽ നിന്നുള്ള ജാബിർ ബിൻ ഹുസൈൻ അൽ മാലിക്കിയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. 66 ലക്ഷത്തോളം രൂപയായിരുന്നു സമ്മാനത്തുക. അദ്ദേഹം മീഡിയ വണിനോട് സന്തോഷം പങ്കുവച്ചു. الحمد لله رب العالمين. معكم الطالب جابر بن حسين بن سفر المالكي من المملكة العربية السعودية من مدينة الطائف، الفائز بالمركز الأول في الفرع الثاني. وفقني الله سبحانه وتعالى المشاركة في هذه المسابقة التي تحمل اسم المؤسس رحمه الله في رحاب المسجد الحرام. وكانت المسابقة يعني التنافس فيها شديد، وكانت التنظيم كذلك تنظيم جيد. أشكر جميع موظفي الوزارة على ما قدموا، على رأسهم معالي الشيخ الدكتور عبد اللطيف آل الشيخ. حياكم الله. ബംഗ്ലാദേശിൽ നിന്നുള്ള അനസ് ബിൻ അതീഖായിരുന്നു 3-ാം കാറ്റഗറിയിലെ ഖുർആൻ പാരായണ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയത്. സമ്മാനത്തുകയായി ഇദ്ദേഹത്തിന് ലഭിച്ചത് 44 ലക്ഷത്തോളം രൂപയാണ്.
فاتبعني أهدك صراطا سويا। বাংলাদেশের 18 কোটি মানুষের দোয়াই এবং আল্লাহ তাআলার বিশেষ মেহেরবানিতে এবং উস্তাদ এবং ছাত্রদের মা বাবাদের দোয়াই আল্লাহ তাআলা বাংলা এই সৌদি মুসাবাকাতুল মালিক আব্দুল আজিজ আদ-দাউলাল কোরআন কারীম 123টি দেশের মধ্যে আল্লাহ তাআলা আমাকে প্রথম স্থান অর্জন করার তৌফিক দিয়েছেন। আল্লাহ তাআলার কাছে শুকর আদায় করছি যিনি আমাকে এত বড় একটা নিয়ামত দিয়েছেন। সবাই দোয়া করবেন যেন ভালো একজন আলিম হতে পারে এবং দিনের একজন দায়ী হতে পারি। 32 ലക്ഷത്തിലധികം രൂപ സമ്മാനം നേടിയ ബംഗ്ലാദേശിൽ നിന്നുള്ള മൊവാസ് മഹ്മൂദും 4ാം വിഭാഗത്തിൽ 1ാം സ്ഥാനത്തെത്തി. ഫ്രാൻസിൽ നിന്നെത്തിയ ബിലാൽ അഹമ്മദ് സുലൈമാൻ 5ാം വിഭാഗത്തിൽ 1ാം സ്ഥാനത്തെത്തി. 14 ലക്ഷം രൂപയായിരുന്നു ഇദ്ദേഹത്തിനുള്ള സമ്മാന മൂല്യം. മക്ക ഡെപ്യൂട്ടി ഗവർണർ പ്രിൻസ് സൗദ് ബിൻ മിഷാൽ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫൈനൽ റൗണ്ടിലെത്തിയവരെ സൗദിയിലെ വിവിധ ചരിത്ര കേന്ദ്രങ്ങളിലൂടെ മന്ത്രാലയം സൗജന്യമായി യാത്ര ചെയ്യിപ്പിച്ചിരുന്നു. ഇവർക്കുള്ള മുഴുവൻ ചിലവും സൗദി ഭരണകൂടത്തിന് കീഴിലായിരുന്നു. പരിപാടിയുടെ മേൽനോട്ടം ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിനും അതിൻ്റെ മന്ത്രിയായ അബ്ദുൽ ലത്തീഫ് ആലു ഷെയ്ഖിനായിരുന്നു. അദ്ദേഹവും വിജയികളെ അഭിനന്ദിച്ചു. ഇനി അടുത്ത വർഷം സമാന രീതിയിൽ മത്സരം നടക്കും.